ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കണ്ട പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗോവയിലെ അഞ്ജന ബീച്ചിൻ്റെ അടുത്താണ്. അപ്പം അഞ്ജന ബീച്ചിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇതിന്റെ അടുത്താണ് ഒരു വെനസ്ഡേ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അല്ല പബ്ലിഷ, അഞ്ജന പിന്നെ ബീച്ചിൽ നമ്മൾ വന്നിട്ടുണ്ട്. എപ്പോ? പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനെന്തായാലും വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഓർക്കുന്നില്ല. അങ്ങോട്ട് ചെല്ലുമ്പോ എനിക്ക് ഓർമ്മ വരുമായിരിക്കും. ഞാൻ ഇവിടെ വന്നിട്ടില്ലെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ഒന്നും മനസ്സിലാകത്തൊന്നുമില്ല, കാരണം ഒരുപാട് വ്യത്യാസമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം നമുക്ക് ഇനി ബീച്ച് എങ്ങനെയാണെന്ന് കാണാം. ഗോവയിലെ അഞ്ജന ബീച്ച് കണ്ടിട്ടില്ലല്ലോ, കാണണ്ടേ നിങ്ങക്ക്? എങ്ങോട്ടാ പോണേ? ചെയ്യാതെ കാണണം. വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി പോവുകയാണ് കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ തിയേറ്ററിലാ വണ്ടി പോകുന്നു ഗോവയിലൂടെ. അങ്ങനെ ഞങ്ങള് നമ്മുടെ അഞ്ജന ബീച്ചിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങ് നമ്മള് വെനസ്ഡേ മാർക്കറ്റിന്റെ അടുത്ത് പോയായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ കയറി ഇങ്ങനെ കണ്ടപ്പം എന്തോ കരിമണലും കൂടെ കറുത്ത മണ്ണൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇനി അതുണ്ടാന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു, പക്ഷെ അവിടെ നമ്മൾ ഇറങ്ങിയില്ല. ഇനി ഇവിടുന്ന് കയറാന്ന് പറഞ്ഞിരിക്കുവാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് നടന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അല്ലെ പല സ്ഥലത്തൂടെ കയറാൻ എൻട്രൻസ് 2-3 സ്ഥലത്തുണ്ട്. അങ്ങനെ ഹെൽമെറ്റ് ലോക്ക് ചെയ്യുക. ഇത് ബബ്ലൂസിന്റെ ഹെൽമെറ്റ് ആണ്. ഇത് പോയാലും കുഴപ്പമില്ല, എന്റെ ഹെൽമെറ്റ് പോയാലും 6 പോയാലും മേടിക്കുന്നവരാണ്. സ്വന്തം പോക്കറ്റിലെ ക്യാഷ് പോകും. എനിക്കെന്താ, ഹെൽമെറ്റ് ഒക്കെ നമ്മൾ വെച്ച് ബീച്ചിലേക്ക് പോകും. സുരേഷ് ഗോപിയെ പോലെ കാണിക്കും. സുരേഷ് ഗോപിയുടെ അവരന അല്ല. അപ്പൊ നമ്മളിതാ ഇവിടെ എത്തിയേട്ടാ. അഞ്ജന ബീച്ച്. അഞ്ജന ബീച്ച് നല്ല ബീച്ചായിട്ടാ. പാർക്കിന് 30 രൂപ. പാർക്ക് ബൈക്കിന് താക്കോലൊക്കെ എടുത്തായിരുന്ന? അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും കാത്തിരുന്ന അഞ്ജന ബീച്ച്. അഞ്ജന ബീച്ചിന്റെ മെയിൻ എൻട്രൻസ് ഇവിടെ അല്ല, അപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ നമ്മൾ ഇപ്പുറത്തോടെ വന്നാണ് ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞ്. എങ്കിലും ഇതിന്റെ 2 സൈഡിലുമായിട്ട് അതിമനോഹരമായ കാഴ്ചകളാണ് കാണാതിരിക്കുന്നത്. ഇവിടെ വന്നിരുന്നിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങോട്ട് പോകണം, എന്ത് കാണണം എന്നുള്ളത്. നോക്കി എന്ത് തിരക്കാണെന്ന്. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഇന്ത്യൻസ് ആണ് കേട്ടോ. നമ്മൾ കാലങ്ങോട്ട് ബീച്ചിലും ബഗാ ബീച്ചിലും അഞ്ജന ബീച്ചിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ 3 ബീച്ചിൽ ഇന്ത്യൻസാണ് വരുന്നത്. അപ്പം ഒരുപാട് തിരക്കുണ്ട്, കാരണം ഇന്ത്യൻസ് വരുന്നുണ്ട്. ഫോറിനേഴ്സ് വരുന്ന ബീച്ചിലൊന്നും അധികം തിരക്ക് കണ്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഫോറിനേഴ്സിനെ കുറവാണെന്ന് ഇപ്രാവശ്യം. ശ്രീലങ്കയിലോട്ടൊക്കെ അവർ പോവുകയാണെന്ന് പറഞ്ഞു. അവിടെ ആകുമ്പോൾ ഇതിനെക്കാട്ടി എല്ലാത്തിനും ചാർജ് കുറവാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കൂടുതൽ ഫോറിനേഴ്സ് വരാത്തത്. പക്ഷെ ഇവിടെ കൂടുതലും വാട്ടർ സ്പോർട്സും അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനും വേണ്ടിയാണ് ഈ ഇന്ത്യൻസ് മൊത്തം വരുന്നത്. അവർക്ക് അത് മാത്രം മതി. ഫോറിനേഴ്സിനാണെങ്കിൽ ഇതിലൊന്നും കയറണ്ട. ഇതുപോലെ ഓയിലോ എന്തെങ്കിലുമൊക്കെ പുരട്ടി ഈ വെയിൽ കൊണ്ടിട്ട് ഇവിടെ ബെഡിലോ അല്ലെങ്കിൽ ബീച്ചിന് സൈഡിൽ എവിടെയെങ്കിലും മാറി ഇങ്ങനെ കിടന്നാൽ മതി. അതാണ് ഇന്ത്യൻസും ഫോറിനേഴ്സും ആയിട്ടുള്ള പ്രത്യേകത. വ്യത്യാസം അങ്ങനെയാണ്. നോക്കിക്കേ, എന്താ കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ വാട്ടർ സ്പോർട്സ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പാരാഷൂട്ടുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയേ. പിന്നെ മസാജിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ പേര് ബെഡിലൊക്കെ കിടക്കുന്നുണ്ട് ഇന്ത്യൻസ്.
അപ്പം അതൊക്കെ നമ്മുടെ കാലിനൊക്കെ നല്ലതാണ്. ഇവിടെ നമുക്ക് റേറ്റ് പറഞ്ഞ് കുറച്ച് റേറ്റിനൊക്കെ ചെയ്തു തരും. കൂടാതെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഈ ബീച്ചിന്റെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. വെറുതെ ആ കുടയുടെ കീഴിലൊന്ന് കിടന്നാൽ തന്നെ മതി, എന്ത് രസമാണെന്നറിയാവാ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനൊന്നും അല്ല അവസ്ഥ കേട്ടാ. ഇവിടെ നിറയെ വെസ്റ്റേൺ മ്യൂസിക്കും DJയും പാട്ടിയൊക്കെയാണ്. ഇപ്പം പകലുള്ള കാഴ്ച വേറെ, ഉച്ചയ്ക്കുള്ള കാഴ്ച വേറെ, വൈകിട്ടുള്ള കാഴ്ച വേറെ. എന്ത് തന്നെയാണേലും അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾക്ക് പോകാം. എന്തായാലും ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല, ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച എന്താണോ അത് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ട് പോകാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളത് ഇതുപോലുള്ള വാട്ടർ സ്പോർട്സും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പിന്നെ നമ്മൾ ഇതുപോലുള്ള ഈ DJയും ഡാൻസും പാർട്ടിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, പിന്നെ മസാജ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും കപ്പിൾസിനും ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഗോവയും കൂടാതെ അഞ്ജുന ബീച്ചും. ഇടയ്ക്ക് ഇങ്ങനെ കടലിൽ കയറിയും ഇറങ്ങിയും കയറി ഇറങ്ങിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചില ബീച്ചുകളിൽ ചെല്ലുമ്പോൾ മാത്രമേ ഇങ്ങനെ കാണാൻ കഴിയുന്നുള്ളൂ. ഇത് ഗോവയുടെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിനോട് ചേർന്ന് 30 കിലോമീറ്റർ നീളമുള്ള ഒരു ബീച്ചാണ് ഈ അഞ്ജുന ബീച്ച്. ഇങ്ങനെയുണ്ട്, അടിപൊളി ബീച്ചല്ലേ, ഇത് രസമാണെന്ന് നോക്കിയേ. ഒരുപാട് ബീച്ചുകളുണ്ട് കേട്ടോ, 48 ബീച്ചെങ്കിലും ഉണ്ട്. പക്ഷെ എല്ലാ ബീച്ചിലൊന്നും നമുക്കിങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് തന്നെ കുറെ ബീച്ചിലേ പോകാൻ പറ്റുള്ളൂ, 10 ദിവസം നിന്നിട്ട് തന്നെ. അപ്പൊ മാസക്കണക്കിന് ഇവിടെ നിന്നാൽ മാത്രമേ എല്ലാ ബീച്ചിലും കയറി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കണ്ടത്രയും ബീച്ച് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് ഈ ബീച്ചിന്റെ എൻഡിലാണ്. അവിടെ എന്ത് രസമാണെന്നറിയാവാ. മറ്റൊരു കാഴ്ചയാണ് കാത്തിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ആരായാലും ശരിക്ക് ഞെട്ടിപ്പോവും. ഫ്രണ്ട്സ്, നല്ല വെയിലാണ് കേട്ടാ. ഇങ്ങനെ ഞാനും എന്റെ ബബ്ലൂസും കൂടെ നമ്മൾ അഞ്ജുന ബീച്ചിൽ ഇങ്ങനെ നടക്കുക. അന്നേരം ബബ്ലൂസിന് ഒരു ആഗ്രഹം, എവിടെ പോണോന്ന്? കരിമണൽ പാറയിൽ പോണോന്ന്. തസ്മീറ, എനിക്ക് കരിമണൽ പാറയിൽ പോണോന്ന്. ഞാൻ പറഞ്ഞു ശരി, എന്റെ ബബ്ലൂസിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. കരിമണൽ പാറയിൽ ഞാൻ എന്റെ ബബ്ലൂസിനെ കൊണ്ട് തൊടിയിക്കാൻ പോവാ. എവിടം വരെ ആയാലും ഞാൻ അവിടം വരെ പോവും. പാറയിൽ തൊടിയിച്ചിട്ടേ കാര്യമുള്ളൂ. വെള്ളം ഒരു പ്രശ്നമല്ല. ഇതാണ് കരിമണൽ പാറ. ഇവിടെ ഞാൻ തൊടിയിച്ചിട്ട് ബബ്ലൂസ് തൊട്ടേ. കരിമണൽ പാറയിൽ അങ്ങനെ ബബ്ലൂസ് ഇതാ തൊട്ടിരിക്കുന്നു. അവിടെ നല്ല രസം. തിരിച്ചു ക്യാമറ. ഇതാണ് മക്കളെ ഗോവ അഞ്ജുന കരിമണൽ പാറ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ.
ഇതാ നോക്കിക്കേ, കണ്ട എന്ത് രസമാണെന്ന്. ഇങ്ങനെ കരിമണൽ പാറയിൽ ബബ്ലൂസ് കേറാൻ പോവുകയാണ്. അങ്ങോട്ട് നോക്കിയേ, എന്തും ഗോവയിലെ അഞ്ജുന ബീച്ചിലെ കരിമണൽ പാറ. ദേ താഴോട്ട് നോക്കി വാ. ബബ്ലൂസ് നോക്കണേ. ആഹാ എന്ത് രസമാന്ന് നോക്കിയേ. ഞാൻ ഇത് അവിടുന്ന് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതും തറ. ഇവിടെയൊക്കെ വലിയ കടൽ വരുമ്പോ വലിയ തുറക്കെ കയറി കിടക്കും. എനിക്ക് ഈ കുഴിയിലൊക്കെ വീട് ഇങ്ങനെ കടൽ ഇങ്ങനെ മേലോട്ട് കയറുമ്പോഴേ ഇങ്ങനെ വന്ന് ഇതിൽ വന്ന് വിടും. അന്നേരം നോക്കിയിരിക്കും. ഇതേ കണ്ട ഈ മീൻ പെട്ടിരിക്കുന്നുണ്ട. കണ്ട 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 അത് പറഞ്ഞ ആവോലിയാണ്. കണ്ട കണ്ട ഇതാ അതിന്റെ അകത്തുണ്ട് കുഞ്ഞാവോലിയാ ഉണ്ടെന്ന്. അങ്ങോട്ട് പോയാ ഇല്ല കുഴപ്പമില്ല. ഇത് കണ്ട വെള്ളമല്ലേ, കടലിലെ ഇതല്ല ഇങ്ങോട്ട് അടിച്ചു വരുന്നത്. വെള്ളം കയറി വരുമ്പോ അതിന്റെ എന്നിട്ട് പിന്നെ ആ കുഴി കിടക്കും. വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്കത് പോകത്തുള്ളൂ. എന്ത് രസമാണ് നോക്കിയേ. എന്റെ പൊന്നു ഇതെന്തുവാ, അത് കറക്കട്ടെ. ഒന്നോ രണ്ടോ എന്റെ ബബ്ലൂസ് കണ്ടപ്പോഴത്തേക്ക് ഇതിലൊന്ന് കേറണോ, ഞങ്ങൾ എത്ര ദൂരം വെയിലത്ത് നടന്നു വന്നെന്നറിയാം. ഇതിലൊന്ന് കേറാ, നിങ്ങളെ കൂടെ കാണിക്കാൻ. എന്ത് രസമാണ് നോക്കിയേ, എന്ത് ഭംഗി. എന്താ വല്ല ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണല്ലേ. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ, ഓരോ യാത്രകളാണ്. ഓരോ യാത്രയിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് മുഖങ്ങൾ കാണാനുണ്ട്. ഇതിനപ്പുറം എന്താ വേണ്ട? നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുമോ? അപ്പം എപ്പോഴും നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല, ഇടയ്ക്കെങ്കിലും ഇതുപോലൊക്കെ പോവാ. മനസ്സിന് കുളിർമയും സന്തോഷം തരുന്ന കാഴ്ചകളാണ്. അപ്പം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ കേരളത്തിൽ പറയും. ഇതും ദൈവത്തിന്റെ സ്വന്തം നാടെന്നല്ലാതെ പിന്നെ എന്ത് പറയാനല്ലേ. ഇതും അത്ഭുതങ്ങൾ നിറഞ്ഞ നാട്, ഒരു നാട്. ഓരോന്നും ഓരോ അത്ഭുതങ്ങളാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നുന്ന കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. പട്ടുമെത്ത വിരിച്ച പോലെയാണ് പാറക്കൂട്ടങ്ങൾ. ഇതെന്ത് പാറ, എന്തുവാ മറ്റേ എന്തോ ഒരു സാധനം, എനിക്ക് ഇതിന്റെ പേര് പോലും അറിയത്തില്ല കേട്ടാ. നല്ല രസമുണ്ട് അല്ലേ. അതെ, എല്ലാരും തുമ്പത്ത് പോയി എടുക്കുന്ന കേട്ടോ. നമുക്കൊന്നും അങ്ങനെ ഒന്നും പോകാൻ നമുക്ക് പോകാനൊക്കത്തില്ല. ഒന്നാമത് കാലിന് വയ്യ, രണ്ടാമത് കമ്പ് കിടക്കുന്നതുകൊണ്ട് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഇവിടെയൊക്കെ വന്നില്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ ഇവിടം വരെ വന്നേ. അപ്പം നല്ല രസം. അങ്ങോട്ടൊന്ന് കാണിച്ചു, ഇവിടെ എന്നിട്ട് ബീച്ച് ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടാ ഇതാ ഇവിടെ നമുക്ക് ബാഗാ ബീച്ചിലേക്ക് സ്പീഡ് ബോട്ടിലൊക്കെ പോയൊക്കെ ചെയ്യാം. ഇന്ത്യൻസ് ആണ് വന്ന അവർക്ക് ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. നടക്കുന്ന ബീച്ചാണ് കല്ലങ്കോട്ട് ബീച്ച്, അഞ്ജുന ബീച്ച്, ബഗാ ബീച്ച്. അതെ, ഇവിടെ ചൂണ്ടയിട്ട് മീനൊന്നും പിടിക്കത്തില്ല. എനിക്ക് ഫിഷിംഗ് പ്ലേസ് ഉണ്ട് വേറെ നമ്മള് തിരക്കി. ഇവിടെ വന്നിട്ട് എന്തായാലും ഇതുവരെയായിട്ട് മീനൊന്നും അതി കുറഞ്ഞൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒന്നും ചാടയൊന്നുമില്ല. ഏത് കിട്ടിയാലും ഞാൻ 4 കിലോ എന്റെ പോലും 4 കിലോട്ടോ. ഞാൻ പണ്ടൽ ബായിയാണെന്ന് എന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല. ഇങ്ങനെ വരും. പണ്ടൽ ബായി എന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങോട്ടൊന്ന് ക്യാമറ അതെ, ഇതാണ് നിങ്ങൾ കണ്ട. അയ്യോ, ഇതാണ് ഈ ബണ്ടൽ ബായി. എങ്കിലും വെച്ച് കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ബണ്ടൽ മാത്രമല്ല 5 കിലോ 4 കിലോ മീൻ പിടിക്കുമെന്നാ പറഞ്ഞത്. കാക്കിലോ ഉള്ളത് പിടിച്ചിട്ടില്ല. വലിയ അല്ല, നമ്മള് ബെടായൊന്നും അടിക്കത്തൊന്നും. എന്നാ ഒരു ദിവസം ഈ ഇത്രയും കിലോളൊന്ന് പിടിച്ചു കാണിച്ചാൽ അംഗീകരിക്കാം. ഒരു നിൽക്കും 5 കിലോ കൊഞ്ചുമായിട്ട്. വിചാരമുള്ള എപ്പോഴും എപ്പോഴും ഈ കൊഞ്ച് പിന്നെന്താ ചൊറക സ്രാവാ. നോക്കി എന്ത് രസമാണെന്ന്. ഇത് കണ്ട ഇത് നോക്കിയേ. കണ്ട ഏത് ബീച്ചിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത് അല്ലേ. എന്ത് രസമാണെന്ന് നോക്കിയേ. ദൈവം കനിഞ്ഞു തന്ന സൗന്ദര്യമാണ്. ഓരോ ബീച്ചിൽ ചെല്ലുമ്പോഴും ഓരോരോ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇത് കണ്ട മക്കളെ. അപ്പൊ നമുക്ക് ഈ ബീച്ചിനോട് ബൈ പറയാം അല്ലേ അസ്മറ. അപ്പൊ എങ്ങനെയാണ് അഞ്ജുന ബീച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഗോവയിലുള്ള ഒരുപാട് ബീച്ചുകൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണം. അഥവാ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത്രയും കണ്ട കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏത് ബീച്ചാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ഇനിയും ഗോവയിലെ ഒരുപാട് ബീച്ചുകളുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. അപ്പൊ അതും കാണാൻ മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്ക്